ഞാൻ കുറച്ച് മടിയനാണ്. കീ കൊടുത്താൽ കളിക്കുന്ന പാവ പോലത്തെ ഒരാളാണ്. വലിയത് എന്തു വന്നാലും ചെറിയ കാര്യങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതെ. ഇപ്പോൾ റീൽസിൽ തന്നെ താരങ്ങൾ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അനന്തമായ സാധ്യതകൾ കലാകാരന്മാർക്കുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജം കിട്ടിയത് കലയിൽ നിന്നായതുകൊണ്ട് അതങ്ങ് തീരുമാനിച്ചു. ആ ഒരു തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതാണ്. നമുക്കില്ലാത്തൊരു കോൺഫിഡൻസ് മറ്റുള്ളവർ തന്നാൽ പിന്നെ ഞാൻ കൂടെ നിൽക്കും. പിന്നെ അവരുടെ ആ ഒരു വിശ്വാസമുണ്ട്, ഒരു ആത്മവിശ്വാസം എന്നിലുള്ളത്. അത് പോവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും. മലയാളത്തിൽ നല്ല തിരക്കുള്ള സമയത്ത് തന്നെ തമിഴിലും കുറച്ചും കൂടി തിരക്കുള്ള നടനായി മാറി. അപ്പം ഈ നമ്മുടെ അത്ഭുത ദ്വീപിൻ്റെ തന്നെ തമിഴ് വേർഷനിലും അഭിനയിക്കാൻ പോകുന്നു. അതോടുകൂടി തമിഴിലും താങ്കൾ അറിയപ്പെടുന്ന ഒരു നടനായി. ഇപ്പം തമിഴ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? അത്ഭുത ദ്വീപ് എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ഇതിവൃത്തം കൊണ്ടും അതിൻ്റെ ആ സിനിമ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ ലാംഗ്വേജിലേക്കും ഡബ് ചെയ്തു പോയി. അതിൽ കുറച്ച് പോർഷൻസാണ് തമിഴിൽ മാത്രം നമ്മൾ റീമേക്ക് ചെയ്തത്. പക്ഷെ അതുപോലും അവിടെ അത്യാവശ്യം നന്നായിട്ട് ചില ചാനലുകളിലൊക്കെ അത് ടെലികാസ്റ്റ് വരികയും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു എനിക്ക്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ശശി സാറ് ഡയറക്റ്റ് ചെയ്ത ഡിഷിം എന്ന് പറഞ്ഞ പടം, ജീവയോടൊപ്പം ഒരു മികച്ചൊരു ക്യാരക്ടർ എനിക്ക് കിട്ടി. ആദ്യത്തെ തമിഴ് പടം അതാണ് ഞാൻ ചെയ്ത ഫുൾ ലെങ്ത് തമിഴ് ഫിലിം, ഫസ്റ്റ് പടം. ആ പടത്തിനാണ് മികച്ച സപ്പോർട്ടിംഗ് ആക്ടറുടെ അവാർഡ് കിട്ടി. ഓസ്കർ ഫിലിംസ് ആയിരുന്നു പ്രൊഡ്യൂസർ, ശശി സാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ. ആ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ കുറേ നല്ല നല്ല തമാശകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് എനിക്ക് ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ആ ചെയ്തതെല്ലാം അത്ര വലിയ എല്ലാ പടങ്ങളിലും ഞാൻ ഓടി നടന്ന് ഞാൻ തമിഴിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. കാരണം ആ സമയത്ത് ഇവിടെ നമുക്ക് അത്യാവശ്യം പടങ്ങളും TV പ്രോഗ്രാമുകളിലും ഒക്കെ സജീവമായിട്ട് നിൽക്കും. അത് സ്റ്റേജും ഉണ്ടല്ലോ. അപ്പോൾ കൂടുതലും മലയാളത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല ക്യാരക്ടർ കിട്ടുമ്പോൾ തമിഴിലേക്ക് പോവുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറേ പടങ്ങളിനകത്ത് ഇപ്പോൾ ഏഴാം അറിവാണെങ്കിലും അതുപോലെ വിജയ് സാറിൻ്റെ കൂടെ കാവലനാണെങ്കിലും ഒക്കെ തന്നെ അവിടെ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു തമിഴിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പടങ്ങൾ സെലക്ട് ചെയ്ത് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ഈ അടുത്ത് ചെയ്ത 2 പടം, ഒന്ന് പ്രഭുദേവ സാറിൻ്റെ കൂടെ ഒപ്പമായിരുന്നു, ബഗീര എന്ന പടം. അതിപ്പോൾ OTTയിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത് തന്നെ വീണ്ടും റിലീസ് ചെയ്തിരിക്കുന്ന അഗത്യ എന്ന ഒരു തമിഴ് പടമുണ്ട്. അത് അർജുൻ സാറും ജീവയും തന്നെയായിരുന്നു. അപ്പം ആ പടത്തിൽ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ OTTയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സിനിമയാണ് തമിഴിൽ ഈ അടുത്ത് ചെയ്തത്. ഈ സ്റ്റേജ് പ്രോഗ്രാമിലൂടെ വന്നു, പിന്നീട് TV പ്രോഗ്രാംസ്, പിന്നെ TV ഷോസ്, അതുപോലെ സിനിമ, ഇതെല്ലാം കൂടി എങ്ങനെയാണ് കൃത്യമായിട്ട് എവിടെയും കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അല്ല, അത് ഞാൻ കുറച്ച് മടിയനാണ്. കീ കൊടുത്താൽ കളിക്കുന്ന പാവ പോലത്തെ ഒരാളാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഇപ്പോൾ ആ സമയത്തൊക്കെ ടിനിക്ക് പ്രോഗ്രാം പിടിക്കുകയും കൃത്യമായിട്ട് എത്തണമെന്ന് പറയുകയും, ചെന്നില്ലെങ്കിൽ വഴക്ക് പറയും. വഴക്കുണ്ടാവുന്നുള്ള ഇടിയുണ്ടാവും, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പിന്നെ നാഷ്കേടെന്നൊക്കെ പറയുമ്പോൾ അതുപോലെ മണിച്ചേട്ടൻ്റെയൊക്കെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതുപോലെ ആളുകൾ കൂടുകയും അതിനകത്തൊക്കെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര കൗതുകവും കൊതിയാണ്, പ്രത്യേകിച്ച് ഔട്ട്സൈഡൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഷെഡ്യൂള് ഞാൻ തന്നെ എൻ്റെ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഈ അമ്പിളിച്ചേട്ടനെ കണ്ടൊക്കെ പഠിച്ചൊരു കാര്യമാണ്. അതായത് വലിയത് എന്തു വന്നാലും ചെറിയ കാര്യങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതെ, വലുത് നാളെ വരുമായിരിക്കും, അത്രയേ ഉള്ളൂ. അത് തന്നെ ഫോളോ ചെയ്യുന്നു. നമ്മളൊരു കാര്യം ഏറ്റു, ഉദാഹരണം നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ നമ്മളൊരു ടൈം പറഞ്ഞ് ഫിക്സ് ചെയ്താൽ അത് പരമാവധി ചെയ്യുക. അത് പിന്നെ അതിൻ്റെ പുറകിൽ അതിനുവേണ്ടി നമ്മൾ എഫർട്ട് എടുക്കുക, അത് നന്നായിട്ട് ചെയ്യുക. ആ ഒരു സംഗതി ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ 1-2 എണ്ണം പറ്റിയത് ഞാൻ ആശുപത്രിയിലായി പോവുകയും അതുപോലുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ മാത്രമേ എനിക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാതുള്ള ഒരുവിധപ്പെട്ട എല്ലാ പരിപാടിയും നമ്മൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ആ സമയത്ത് തന്നെ അത് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കാറുള്ളൂ. വലിയ സ്ട്രെയിൻ എടുത്ത് ഒരുപാട് ഓടി തിരുവനന്തപുരം, അത് കഴിഞ്ഞ് കണ്ണൂർ, അത് കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊന്നൊന്നുമില്ല എല്ലാം. പിന്നെ ഇപ്പോൾ ആകെപ്പാടെ ഈ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കോമഡി ഷോയിലൊക്കെ ജഡ്ജൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരുപാട് പലതരത്തിൽ ടാലൻ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ വരുന്നത്. അതായത് എങ്ങനെയാണ് അവരെയൊക്കെ ജഡ്ജ് ചെയ്യുന്നത്? ഏത് മാനദണ്ഡമൊക്കെ വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്? ഒന്നുമില്ല, ഒരു ഒറ്റ മാനദണ്ഡമുള്ളൂ. എന്നേക്കാൾ മികച്ചവനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ആളെ എൻ്റെ ഒപ്പം ഇവിടെ വന്നിരിക്കേണ്ടവനായിരിക്കും അവൻ, അത്രേ ഉള്ളൂ. കാരണം ഇപ്പോൾ വരുന്ന പ്രതിഭകളെന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ ടാലൻസാണ്.
എക്സ്ട്രാ ഓർഡിനറി ടാലൻസാണ്. അവരെക്കാൾ മുന്നിൽ നമ്മൾ ജനിച്ചത് കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റി എന്നുള്ള ചിന്തയിലാവുമ്പോൾ അവരെ ജഡ്ജ് ചെയ്യുകയല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഉത്സവത്തിലാണെങ്കിലും ഇപ്പോൾ ഏത് ഷോയിലാണെങ്കിലും ജഡ്ജ്മെൻ്റ് ഒന്നുമില്ല, എന്തെങ്കിലും ചെറിയ കറക്ഷൻസ്. പിന്നെ ഇത് ഒരു പാട്ട് പരിപാടി പോലെ അങ്ങനത്തെ ഒരു ടെക്നിക്കലി കാര്യങ്ങളായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ തമാശ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇവരെ ഡ്രോപ്പായി പോവാതെ ഇവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അവരത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവരെ അവിടെ വെച്ച് തന്നെ ഈ മണ്ട അടച്ച് കളയുന്ന പോലത്തെ പരിപാടി നമ്മൾ ചെയ്യാറുമില്ല. അവർക്ക് നാളെ എന്നും അവർ ഓർത്തിരിക്കണം. അത് വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ പല മികച്ച താരങ്ങളും ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ സിനിമ ചെയ്യുന്ന പല താരങ്ങളും നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് പെർഫോം ചെയ്ത് വന്നിട്ടുള്ളവർ. അപ്പോൾ അവരെ ഇപ്പോൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം അന്ന് അവരെ നമ്മൾ ആ രീതി ഡീൽ ചെയ്ത് പോയതുകൊണ്ട് ഇപ്പം നല്ല ആരോഗ്യകരമായ തന്നെ രീതിയിൽ നിൽക്കുന്നു. ഒരിക്കലും അവരെ ഇൻസൾട്ട് ചെയ്യുകയോ അവർക്ക് ഒരു നെഗറ്റീവ് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ അവർക്ക് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ തന്നെ ഇപ്പം കോമഡിയൊക്കെ ചെയ്യാനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ അല്ലേ? പഴയ അവസ്ഥയല്ലല്ലോ പണ്ടൊക്കെ. ഇപ്പോൾ റീല് മതിയല്ലോ. അതെ, ഇപ്പോൾ റീൽസിൽ തന്നെ താരങ്ങൾ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തോ അനന്തമായ സാധ്യതകൾ കലാകാരന്മാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരുടെയും ഒരു റിയാലിറ്റി ഷോയിൽ പോയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ആളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അയാളുടെ ഫാൻസായി. അപ്പോൾ അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൻ്റേതായ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ തുറന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് നമുക്ക് യുവജനോത്സവം മാത്രമേ ഉള്ളൂ. 10 പേര് അറിയണമെങ്കിൽ 1ാം സമ്മാനമോ 2ാം സമ്മാനമോ മേടിച്ച് പത്രത്തിൽ പടം വരണം. അങ്ങനെ പത്രത്തിൽ പടം വന്നാലേ ഇത് കണ്ടിട്ട് ആരെങ്കിലും പ്രോഗ്രാമിന് പ്രൊഫഷണലി വിളിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുറേ കാലം. ഒരുപാട് അതൊരു യാത്രയായിരുന്നു ഈ യുവജനോത്സവ കാലഘട്ടം എന്ന് പറയുന്നത്. കിട്ടും, ഇല്ലാതെ വരും, തോറ്റുപോകും, ജയിക്കും, തോൽക്കും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അപമാനിതനാവും. ഈ തോൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവാറില്ല. മറ്റ് തോൽവി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാര്യം ഈ കഥാപ്രസംഗത്തിനൊക്കെ അത്യാവശ്യം നല്ല ഫണ്ട് വേണം. അപ്പോൾ കടമൊക്കെ മേടിച്ചിട്ടായിരിക്കും ഈ ഓർക്കസ്ട്ര ആൾക്കാരും ഒക്കെ ആയിട്ട് പോകേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ എൻ്റെ ഒച്ച, ചിലപ്പോൾ പാട്ട് പോകും കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ചെറിയ മാർക്കിനായിരിക്കും, ഒരു മാർക്ക് 2 മാർക്കിനൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിൻ്റെ ജഡ്ജസിൻ്റെ ഒരു അഭിപ്രായം അവർക്ക് ചിലപ്പോൾ അതിന് കൊടുക്കണ്ട, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് തോന്നിയാൽ പറഞ്ഞിട്ട് കാര്യമില്ല. 2 പേർക്ക് എന്നോടും പറഞ്ഞിട്ടുണ്ട് അജയന് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ആ ആൾക്ക് നമുക്ക് അദ്ദേഹത്തോടൊരു പരിഭവമില്ല. അതങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ചെറിയൊരു നിരാശയൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ അതുകൊണ്ട് നടക്കാറില്ല. വീണ്ടും അടുത്ത വർഷത്തേക്ക് അപ്പോൾ അവിടെ ചോദിക്കും എന്താണ് കുഴപ്പം, അപ്പോൾ പാട്ടാണ് പ്രശ്നം 2 സ്ഥലത്ത്. ഓക്കെ, പിന്നെ അതിനുള്ള ശ്രമമാണ്, അത്രേ ഉള്ളൂ. ഈ ആ കോളേജ് കാലത്തിന് സമയം കഴിഞ്ഞതിന് ശേഷം ഈ മിമിക്രി ആയിരിക്കുമോ അല്ലെങ്കിൽ കഥാപ്രസംഗമായിരിക്കുമോ, കല തന്നെ ആയിരിക്കും ജീവിതം എന്ന് തന്നെ വിശ്വസിച്ചിട്ടില്ല. SLS കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കോളേജിൻ്റെ ഗേറ്റിൻ്റെ വാതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരും പോയി, കൂട്ടുകാരെല്ലാം, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക. ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിൽക്കുന്നതാണ്. ഞാൻ കോളേജിലേക്ക് തിരിഞ്ഞു നോക്കി. അത് ഞാനിങ്ങനെ നോക്കി ആലോചിച്ചിട്ട് മനസ്സിലേക്ക് 2 വഴികൾ വന്നു. ഒന്നുകിൽ കല ഇവിടെ വെച്ച് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ആകെയുള്ള കൈമുതലായ ഈ കല കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുക. കാരണം ഇനിയിപ്പം ഒരു ഫുൾ ടൈം കലയായാലേ ഉള്ളൂ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. കാരണം മറ്റേത് പഠിപ്പും കലയും കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10-20 വയസ്സൊക്കെ അടുത്ത് ആവാറാവുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടും, വീടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നിയൊരു കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജം കിട്ടിയത് കലയിൽ നിന്നായതുകൊണ്ട് അതങ്ങ് തീരുമാനിച്ചു. ആ ഒരു തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് കാലം തെളിയിച്ചെന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. ഈ അച്ഛൻ ശരിക്കും വല്ലാതെ രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നതും കൂടി ഉണ്ടല്ലോ. അച്ഛൻ മാത്രമല്ല, അമ്മ 2 പേരും. അച്ഛൻ കുറച്ച് റഫായിരുന്നു, പുള്ളി കഥാപ്രസംഗത്തിൻ്റെയൊക്കെ ആളാണ്. അച്ഛനങ്ങനെ മിമിക്രിയോട് വലിയ കാര്യം. അച്ഛൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ സംഗീത അക്കാദമിയുടെ പെൻഷൻ മേടിക്കണം, കാതികൻ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം എന്താണോ ആ റൂട്ടിലാണ് നമ്മുടെ ഒരു വലിയ സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇവർ 2 പേരെയും ഇല്ലാതെ ഞാൻ പരിപാടിക്ക് പോകാറുമില്ല. പിന്നെ ഈ മത്സരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ജഡ്ജ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം
ഇവരുടെ രണ്ടുപേരുടെയും മുഖം കാണുമ്പോൾ അറിയാം പ്രൈസ് ഉണ്ടോ ഇല്ലയോ എന്ന്. കിട്ടിയില്ലെങ്കിൽ രണ്ടുപേരുടെ മുഖത്തതറിയാം ശരിയായില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരുന്നു എൻ്റെ ആ കാലഘട്ടം മുഴുവൻ പോയത് അവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെയും ഒരു വലിയ പ്രോത്സാഹനം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം തോറ്റു കഴിയുമ്പോഴും അവർ ഭയങ്കരമായിട്ട് സമാധാനിപ്പിച്ചിരുന്നു, ആ വിഷയമൊന്നുമില്ല. അടുത്ത സമയത്ത് എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ കാശുണ്ടാക്കിക്കൊണ്ട് വന്ന് എന്നെ കൊണ്ടുപോയി. ആ സമയത്ത് അച്ഛൻ്റെയും ജോലി കളയണം, അമ്മയുടെയും ജോലി കളഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. അതെ അതെ, 2 പെങ്ങന്മാർ മാത്രമേ ഉള്ളൂ. അവർ വീട്ടിലൊറ്റയ്ക്കായിരിക്കും. പക്ഷേ അപ്പോൾ അത്രയും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂടെ നടന്ന് എന്നെ കൊണ്ട് നടന്നിട്ടുണ്ട്. ജനിച്ചത് കൊല്ലത്താണ്, കൊല്ലത്താണ്, പക്ഷേ ജീവിച്ചത് മൊത്തം കോട്ടയത്തുമാണ്. ഈ കൊല്ലത്തുനിന്ന് കോട്ടയത്തേക്ക് പറിച്ചു കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അല്ല, അമ്മ വീട് കോട്ടയമായിരുന്നു, കൊല്ലം അച്ഛൻ്റെ വീടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ജോലിയായിട്ട് കോട്ടയത്ത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽ 1-2 വർഷം മാത്രമേ ഞാൻ കൊല്ലത്ത് താമസിച്ചിട്ടുള്ളൂ. കൂടുതലും കോട്ടയം തന്നെയായിരുന്നു എൻ്റെ സ്കൂളിങ്. അതുപോലെ തന്നെ എൻ്റെ കോളേജ്, എൻ്റെ മറ്റ് കലാപരിപാടികളുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ടുമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കോട്ടയത്തെ ഒരു കലാകാരനായിട്ട് അവരിൽ ഒരാളായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അക്ഷരനഗരി തന്നെയാണ് കോട്ടയം. ഞാനെന്ന കലാകാരനെ ഒരുപാട് പിന്തുണയായിട്ട്, കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ തന്ന് സഹായിക്കുകയും ഒരുപാട് പ്രോഗ്രാമുകൾക്ക് നമ്മളെ ഉൾപ്പെടുത്താനും, അത്തരത്തിൽ ആ സമയത്ത് നമ്മളെപ്പോലുള്ളവർ ഈ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ആക്സെപ്റ്റൻസ്, സ്വീകാര്യത കുറവുള്ള കാലത്ത്, ആ കാലത്ത് എന്നെ 100% സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചതാണ് കോട്ടയം. അവിടെ നിന്നാണ് നമ്മുടെ ഒരു തുടക്കം. അതുകൊണ്ട് തന്നെ അത് പിന്നീട് അങ്ങനെ പടർന്ന് കേരളം മുഴുവൻ ഇപ്പോൾ സിനിമയൊക്കെയായി അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോഴാണ് അത് സ്പ്രെഡായി എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനവും ഒരു ഊർജ്ജവും തെറ്റുതിരുത്തലും എല്ലാം ഉണ്ട്, നല്ലതും ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മളുടെ അടുത്ത് ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുമുണ്ട്, മോശ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വീണ്ടും തിരുത്താനും, അത് ആ മോശ അനുഭവം ഇനി അവരിൽ നിന്നുണ്ടാവാതിരിക്കാനും എന്നിൽ നിന്നുണ്ടാവാതിരിക്കാനും പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ വന്ന സമയത്ത് ചെറിയ ചെറിയ വേഷങ്ങളാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടതാണ് കോട്ടയത്തെ ഒരു പ്രസ്ഥാനം, മനോരമ ബാലജനസഖ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ബാലജനസഖ്യമൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാലജനസഖ്യത്തിൻ്റെ മത്സരങ്ങൾ, ഒത്തിരി മത്സരങ്ങളിൽ എനിക്ക് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും 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 പ്രോത്സാഹിപ്പിക്കുകയും, അതിലൊരു പങ്ക്തിയുണ്ട്. ആ പങ്ക്തിയിലൂടെ മിക്കവാറും നമ്മുടെ പടങ്ങൾ പത്രത്തിൽ വരുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ പരിപാടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സിൻ്റെ തുടക്കം തൊട്ടേ ഫ്ലവേഴ്സിൻ്റെ കോമഡി പല വേദികളിലും അജയനുണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഫ്ലവേഴ്സുമായിട്ടുള്ളൊരു ബന്ധം? ഫ്ലവേഴ്സുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ശ്രീകണ്ഠൻ സാറിൻ്റെ ഒരു പ്രത്യേക ഒരു കരുതലും സ്നേഹവും ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഏഷ്യാനെറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മനോരമയിലുണ്ടായിരുന്നപ്പോഴും പ്രധാന പരിപാടികളുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ജഡ്ജിങ്ങിൻ്റെ ഒരു പാനലിൽ പ്രധാനപ്പെട്ട സിദ്ദിഖ് സാറിൻ്റെയും ഉർവശി ചേച്ചിയുടെയൊക്കെ കൂടെ ഞാൻ ഇരിക്കാൻ തന്നെ കാരണം, എന്നെ ഇരുത്താൻ തന്നെ കാരണം ശ്രീകണ്ഠൻ സാർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് തുടങ്ങിയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യത്തെ ടെലികാസ്റ്റിന് എന്നെ വിളിച്ചു. ഞാനും ടിനി ടോമും കൂടെ ഞങ്ങൾ ഒന്നിച്ചുള്ളൊരു സംഭവം. കാരണം ടെസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക, അതിനിടയിൽ സംസാരിക്കുന്ന സംഭവത്തിന് വേണ്ടി ഞങ്ങളെ വിളിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ടെലികാസ്റ്റിൻ്റെ ഓപ്പണിംഗ് സെറിമണി അല്ലാതെ ടെസ്റ്റ് നമ്മുടെ ഇൻ്റർവ്യൂ പോലത്തെ എന്തോ ചാറ്റ് പോലത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അതും തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇന്ന് വരെയുള്ള ഫ്ലവേഴ്സിൻ്റെ റിയാലിറ്റി ഷോകൾ ഏതെല്ലാം ഉണ്ടോ അതിലെല്ലാം സ്ഥിരമല്ലെങ്കിലും അവിടെ ഇവിടെയായിട്ട് നമ്മൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു കരുതലും സ്നേഹമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പിന്നീട് സാറുമായിട്ട് വേദികളിലൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ എന്നെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്നുള്ളത്. അതൊക്കെ ഒരു വലിയ ഭാഗ്യവും ദൈവാനുഗ്രഹമായിട്ട് തോന്നുന്നു. അങ്ങനെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു പിടി ആൾക്കാരുടെ ഒരു വലിയ സപ്പോർട്ട് എനിക്ക് എന്നും മുതൽക്കൂട്ടായിട്ടുണ്ട്. ഈ ജയറാമേട്ടൻ്റെ ബിഗ് ഫാദർ എന്നുള്ള സിനിമയിൽ ജയറാമേട്ടൻ്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഓർമ്മകളൊക്കെ? അത് ശരിക്കും ഷോക്കായിപ്പോൾ എൻ്റെ കഥ പറഞ്ഞപ്പോൾ ഷോക്കായില്ല.
എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന ജയറാമേട്ടനാന്ന് പറഞ്ഞു കൈയും കാലും വരച്ചു പോയി. ഞാൻ വന്ന് മഹേഷേട്ടനോട് ചോദിച്ചു, ഇത് ആൾക്കാരെടുക്കുമോ? കാരണം ജയറാമേട്ടൻ എന്ന് പറയുമ്പോൾ എന്നേക്കാൾ എത്രയോ സീനിയറാണ്. അപ്പോൾ അതൊക്കെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കീ തന്നാലേ നമ്മളെ കൺവിൻസ് ചെയ്യണമല്ലോ, അത് പറയണമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റായി, അതൊക്കെ ഞങ്ങൾക്ക് ഒരു ധൈര്യമുണ്ട്, അജയ് നിന്ന് തന്നാൽ മതി എന്നാണ് മഹേഷ് ഏട്ടൻ പറഞ്ഞത്, SP മഹേഷ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എനിക്കെപ്പോഴും അങ്ങനെ ഒരു താല്പര്യമുണ്ട്. നമുക്കില്ലാത്തൊരു കോൺഫിഡൻസ് മറ്റുള്ളവർ തന്നാൽ പിന്നെ ഞാൻ കൂടെ നിൽക്കും. പിന്നെ അവരുടെ ആ ഒരു വിശ്വാസമുണ്ട്, ഒരു ആത്മവിശ്വാസം എന്നിലുള്ളത്, അത് പോവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും. എക്സ്ട്രാ അതിനുവേണ്ടി എന്തറ്റം വരെ പോകാനും കുഴപ്പമില്ല എന്നുള്ള രീതിയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ അത്ഭുത ദ്വീപിൽ കുതിരപ്പുറത്ത് കയറിയതും 7 അടി പൊക്കമുള്ള ആൾക്കാർ എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. ഏറായിരുന്നു ഫൈറ്റൊക്കെ. എന്ന് വെച്ചാൽ എന്തായിരുന്നു ഫൈറ്റ്? ഓരോ ദിവസത്തെ ഫൈറ്റ് കഴിയും പിറ്റേ ദിവസം ഞാൻ ചൂടുവെള്ളത്തിൽ പോയി കിടക്കും. കാരണം പിന്നീട് ഈ ബെഡൊക്കെ മാറ്റിയിട്ട് തുണി പിടിച്ച് വലിച്ചു വെച്ചിരിക്കുമായിരുന്നു. കാരണം എവിടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ കുതിരയൊന്നും പിടിച്ച് ആദ്യം നിൽക്കില്ല, അത് ഭയങ്കര പാടാണ്. ഈ അതിൽ മല്ലിക കപൂറൊക്കെ ആ സമയത്ത് വലിയ വളരെ അറിയപ്പെടുന്ന നടിയൊക്കെ ആയിരുന്നല്ലോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നടിമാരുടെ ആളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു അവരോട് അഭിനയിക്കുന്ന. അതെ, നല്ല സുന്ദരിയായിരുന്നു ആണല്ലോ എന്ന് തോന്നി. പിന്നെ നമ്മളെ ഇവരെല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഥാപാത്രമായിട്ട് അങ്ങനെ നിൽക്കുമ്പം ഇവരെല്ലാവരെയും കാണുകയും ആ ഒരു സെറ്റപ്പും അങ്ങനത്തെ എന്തോ ഒരു രാജ്യത്താണ് നമ്മളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. എല്ലാം സുന്ദരികളായ പെൺകുട്ടികൾ പൊക്കമുള്ളവരും നമ്മളൊക്കെ. അപ്പോൾ ഞങ്ങളിൽ ചെറിയ ആൾക്കാർ ഈ സാജൻ സാഗരയൊക്കെ ഉണ്ട്. സാജൻ ഇപ്പം ഇല്ല, നമ്മെ വിട്ടുപോയി. ഒരു വലിയ സ്വകാര്യ ദുഃഖമായിട്ട് അതിപ്പോഴും ഉണ്ട്. അതുപോലെ കൽപ്പന ചേച്ചി, അത്ഭുത ദ്വീപിലെ വെട്ടൂർ ഭൂഷൺ ചേട്ടൻ, അങ്ങനെയൊക്കെ ഒരുപിടി താരങ്ങളുണ്ട്. അവരെയൊന്നും ഇന്നില്ല. അതൊക്കെ ഒരു വലിയ മിസ്സിങ് ആയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിനിടയിലൊക്കെ ഇവരെല്ലാവരും പറഞ്ഞത് നമ്മുടെ ഒരു ശരിക്കുള്ളൊരു ദ്വീപിൽ ചെന്ന് പെട്ട പോലെ അല്ലേ. ചിലരൊക്കെ പറയുന്ന തോളിൽ കൈയിട്ടും നേരെ നോക്കി സംസാരിക്കാനും പറ്റുന്നു എന്ന് പറയുന്നതൊക്കെ ഭയങ്കര കൗതുകമാണ്. അതുപോലെ വലിയ ആൾക്കാർക്ക് ഓരോ വണ്ടിയൊക്കെ വേണ്ടി വരും, ഓരോ കാറൊക്കെ ആയിരിക്കും ഓരോരുത്തർ വരുന്നത്. ഈ പടത്തിൽ ത്രൂ ഔട്ട് നമ്മുടെ ഗ്യാങ് വരുന്നത് ഒറ്റ ബസ്സിലാണ്. പിന്നെ ഈവനിങ്ങിൽ പാലക്കാട് ടൗണിൽ കൂടെ ഒക്കെ ഒരു നടപ്പുണ്ട്, എല്ലാവരും കൂടെ ഒന്നിച്ച്. അപ്പോൾ ഇത് കാണാൻ വേറെ കുറേ ആൾക്കാർ കാഴ്ചയായിട്ട് നിൽക്കുന്നു. പിന്നെ ഈ സെറ്റ് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു. കാരണം മലമ്പുഴ അടുത്തായതുകൊണ്ടും ഒരു ടൂറിസം കേന്ദ്രമായതുകൊണ്ടും ഒക്കെ ഈ അത്ഭുത ദ്വീപിൻ്റെ സെറ്റിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞു, ന്യൂസുകളിലൂടെയൊക്കെ പുറത്തു പോയി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു വണ്ടർ ഐലൻഡ് തന്നെയായിരുന്നു അത്. ടോൾമാൻസും ഉണ്ടായിരുന്നല്ലോ. അത് അവർ എൻഡിലാണ് വന്നത്, അവരവിടെ ഇല്ല, പാലക്കാടില്ല, അവർ കുന്തയിലാണ് വന്നത്. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ കൽപ്പന ചേച്ചിയും ബിന്ദു ചേച്ചിയൊക്കെ പേടിച്ചു പോയിട്ടുണ്ട്. കാരണം അവരുടെ അടുത്ത് നമ്മളെങ്ങനെയാണ് നിൽക്കുന്നത് അത്രേ ഉള്ളൂ. ഇവർ ഒരുങ്ങിയൊക്കെ വന്നിട്ട് കൽപ്പന ചേച്ചിയൊക്കെ പേടിച്ചോടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അജയൻ വരുന്ന സമയത്തുള്ള ആളുകൾ പലരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൻ്റെ സിനിമയിലുണ്ടായ മൊത്തത്തിലുള്ള മാറ്റത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അല്ല, ഏതൊരു മേഖലയിലും അപ്ഡേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ പോലും അറിയുന്നില്ല അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു എന്താ പറയുന്നത്, പ്രകൃതിയുടെ തന്നെ ഒരു AI സാങ്കേതിക വിദ്യയല്ലേ. ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രകൃതി തന്നെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ മാറ്റങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും മാറ്റങ്ങൾ നല്ലതാണ്. അത് കാലം കൊണ്ട് തരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം വേറൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അടുത്ത സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ചിന്തയ്ക്കോ അഭിരുചിക്കോ അനുസരിച്ചിട്ടുള്ള നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് പുതിയ ആൾക്കാരെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല സിനിമകളല്ലേ വരുന്നത്. അപ്പോൾ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഇപ്പോൾ ഒരു വലിയ ഔന്നത്യത്തിൽ നിൽക്കുകയാണ്, ഉയർച്ചയുടെ പാത. മറ്റ് ഇൻഡസ്ട്രി പോലെ തന്നെ നേരത്തെ നമ്മൾ വളരെ ചെറുതായിട്ട് വട്ടമിട്ട് വെച്ചിരുന്ന, അപ്പോൾ ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ മാറി. നമ്മുടെ സിനിമകളും മറ്റെല്ലാ ഭാഷകളിൽ നിന്നും സ്വീകാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഏറ്റവും ചെറിയ ആൾ അല്ലെ ഒരു ഫുൾ സ്റ്റോപ്പ് എന്നൊക്കെ ഉള്ള രീതിയിൽ അറിയപ്പെടുമോ അല്ലെ പറയുമോ ആരെങ്കിലുമൊക്കെ ചെയ്താൽ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തലാണ്. ഇപ്പോൾ നോക്കൂ, ലാലേട്ടൻ്റെ 2 സിനിമകളാണ് ഈ 200 കോടി ക്രോസ് ചെയ്തത്. അപ്പോൾ അത് തന്നെ മലയാളത്തിന് വലിയ അഭിമാനിക്കാവുന്നൊരു നേട്ടമാണല്ലോ. തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടം എന്നുള്ളതല്ല, ഇൻഡസ്ട്രിക്ക് ജീവൻ നൽകുന്ന അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ
അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ എൻ്റെ 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ടൈറ്റിൽ ലോഞ്ച് അത് ചെയ്തു തന്നത് ലാലേട്ടനാണ്. നമ്മൾ ഇന്നലെ പോസ്റ്റർ കൊടുത്തിരുന്നു അല്ലേ? അതെടുത്ത് വെച്ചിട്ട് ഒരു മടിയില്ലാതെ ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തോട് നന്ദി പറയണം. കാരണം നമ്മളോടൊക്കെ അദ്ദേഹം കാണിക്കുന്ന സ്നേഹവും കരുതലും വലിയ കാര്യം തന്നെ. എന്തൊക്കെയാണ് അടുത്ത പ്രൊജക്റ്റുകൾ? എന്തൊക്കെയാണ് അടുത്ത 1-2 സിനിമകൾ ഈ 916 കുഞ്ഞൂട്ടൻ പോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം തയ്യാറായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡും എല്ലാം ഓക്കെ ആയിട്ട് പയ്യെ ഓണായി വരുന്നു. ഈ സിനിമയുടെ ഒരു സക്സസ്സും അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു സ്വീകാര്യതയൊക്കെ അത്തരം സിനിമകളെ കൂടുതൽ സ്വാധീനിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സിനിമയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ മുന്നിൽ നല്ല സ്ക്രിപ്റ്റുകളും നല്ല പ്രൊഡക്ഷൻ കമ്പനികൾ ആരൊക്കെ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. അതിപ്പോൾ പ്രധാന വേഷം ഞാൻ ചെയ്യണം എന്നുള്ളതല്ല, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും കൊണ്ട് എന്നിൽ വിശ്വാസത്തോടെ ആര് വന്നാലും അത് പരമാവധി ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു വലിയ ഒരു സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാനും പരമാവധി മാക്സിമം ശ്രമിക്കും. ഇപ്പോഴും ഞാൻ ഒരു വലിയ മികച്ച നടനാണ്, അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രധാന വേഷം ചെയ്യുള്ളൂ എന്നൊന്നും ഇല്ല. കാരണം എനിക്കറിയാം നല്ല ഗംഭീരമായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കളിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. എന്നാൽ പോലും ഇതോടുള്ളൊരു പാഷൻ അസാധ്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി എന്തിനും തയ്യാറായി എങ്ങനെ നിൽക്കുന്നു നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മൾ കുടുംബവിശേഷം കൂടി പറയണം. കാരണം കുടുംബത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും വിജയകരമായി മുന്നോട്ട് വന്നത്. എന്താണ് കുടുംബവിശേഷങ്ങൾ? ഇല്ല, തീർച്ചയായിട്ടും കുടുംബം, അതായത് വൈഫ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളാണ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കരിയർ വൈസ് ആണെങ്കിലും എല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രോഗ്രാമും സ്റ്റേജും ചാനലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കുടുംബം നോക്കേണ്ടതെന്ന് പറയുന്നൊരു ഭാരിച്ച ഉത്തരവാദിത്വം അവൾക്കുണ്ട്. അപ്പം പിന്നെ ഇപ്പോൾ അതാ ഒരു ചെറിയ കുഞ്ഞും കൂടെ വന്നു, 2 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ 2 മക്കളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ജോലികളുണ്ട്. അതുപോലെ ഇപ്പോഴും അച്ഛനും അമ്മയും അവരുടെ ഒരു വലിയ സപ്പോർട്ട്, എൻ്റെ സിസ്റ്റേഴ്സ്. അപ്പോൾ എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്ന കലാകാരനെ റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാനും കൂടുതൽ മെച്ചപ്പെടണം എന്ന് തോന്നിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ പിറകിൽ നിന്നുള്ളൊരു പിന്തുണയായിട്ട് അതങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും 916 കുഞ്ഞൂട്ടൻ വലിയ സക്സസ് ആവട്ടെ, വലിയ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും രാജേഷേട്ടാ, ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. ഇപ്പം പറഞ്ഞ പോലെ തന്നെ 916 കുഞ്ഞൂട്ടൻ 23-ന് റിലീസാവുകയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു കൊച്ചു ചിത്രം കാണണം, കുടുംബസമേതം കാണണം, വിജയിപ്പിക്കണം.